ഡിസ്കൗണ്ട് സെയിൽ, അതായത് മാർക്കറ്റിൽ ഒരു ഡിസ്കൗണ്ട് സെയിൽ ഇപ്പോൾ നടക്കും. ഓരോ ബുൾ ഫേസ് കഴിയുമ്പോഴും എന്തെങ്കിലുമൊക്കെ റീസൺ വരും. അർഷദ് മേത്തയാണെങ്കിൽ ഇവിടെ കേതൻ പരേഖായിരുന്നു അടുത്തൊരു ബുൾ ഫേസിന്റെ. നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു ഇടിവ് എന്ന് പറയുന്നത് കൊറോണയുടെ ഇടിവാണ്. അപ്പം ബുൾ ഫേസിൽ എന്ന് ഷെയർ വിറ്റ് കഴിഞ്ഞാലും നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ അയ്യോ വിറ്റത് നഷ്ടമായിപ്പോയി. ഷെയർ മാർക്കറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ലോയിൽ മേടിക്കാനോ ഏറ്റവും മുകളിൽ വിൽക്കാനോ നമ്മളെ കൊണ്ട് സാധിക്കും. തിരിച്ചു കയറുന്ന സമയത്ത് നമുക്ക് ബൾക്കായിട്ട് മേടിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഒരു ഇൻവെസ്റ്റർക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള. ഞാൻ ഹോൾഡ് ചെയ്യുന്ന SIPയിലെ സ്റ്റോക്കുകളും വലിയ രീതിയിൽ ഇടിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ SIPയുടെ ഓപ്പർച്യൂണിറ്റി കിടക്കുന്ന എവിടെയാണ്? മാർക്കറ്റ് താഴുമ്പോഴാണ്. ഇക്വിറ്റി മാർക്കറ്റ് നന്നായി വരുമ്പോൾ ബോണ്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ ഫിക്സ്ഡ് ഇൻകം പ്രോഡക്റ്റിലോ സെല്ല് ചെയ്തിട്ട് തിരിച്ച് ഇക്വിറ്റിയിലേക്ക് തന്നെ ഇവർ തന്നെ തിരിച്ചു. ഈ ഒരു മോശം സാഹചര്യത്തിൽ താഴെ പോയ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യണോ, അതോ ഈ ഒരു മോശം സാഹചര്യത്തിൽ മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ താഴെ വീഴാതെ നിൽക്കുന്ന സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യണോ? ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പരിഭ്രാന്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്നിനു പുറകെ ഒന്നായി പല ഇഷ്യൂസും മാർക്കറ്റ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, താരിഫ് ഒരു സമയം വലിയൊരു ഇഷ്യൂ ആയി നിന്നിരുന്നു. ഇപ്പോഴാണെങ്കിൽ US, ഇറാൻ, ഇസ്രായേൽ വാർ വലിയ രീതിയിൽ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വാർ തുടങ്ങിയതിന് ശേഷം നിഫ്റ്റി 50 മാത്രം നോക്കുമ്പോൾ ഏകദേശം 9% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം 11% മുകളിലേക്ക് ഒരു ഇടിവാണിപ്പോൾ രേഖപ്പെടുത്തി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് DBFSൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് സാറാണ്. വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് മാർക്കറ്റ് ഇൻസൈറ്റ് വിത്ത് DBFS. സാർ, വെൽക്കം ടു ദ ഷോ. സാർ, DBFSനെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ്, ഏകദേശം 1992 തുടങ്ങിയൊരു സ്ഥാപനം. 34 വർഷത്തിലധികം പ്രവൃത്തി പരിചയം ഈ ഒരു മേഖലയിൽ, അതായത് ബ്രോക്കിംഗ് മേഖലയിൽ ഇന്ത്യയിലുള്ള ഒരു സ്ഥാപനമാണ്. ദോഹ ബാങ്ക് ഖത്തറുമായി ചേർന്ന് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. 150-ലധികം ബ്രാഞ്ചുകളാണ് ഓൾ ഓവർ ദ വേൾഡ് ഈ ഒരു സ്ഥാപനത്തിനുള്ളത്. എനിക്കറിയേണ്ടത്, നിങ്ങൾ ഈ ഒരു 92 തുടങ്ങിയതിന് ശേഷം ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുവന്ന ഇത്രയും കാലത്തിനിടയ്ക്ക് വളരെയധികം ഇഷ്യൂസ് മാർക്കറ്റിലെ നേരിട്ട് കണ്ടിട്ടുള്ളതാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹർഷദ് മേത്ത സ്കാം നിങ്ങൾ തുടങ്ങി തൊട്ടടുത്ത വർഷങ്ങളിലാണ് അത്തരത്തിലുള്ളൊരു സ്കാം മാർക്കറ്റിനെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വരികയാണെങ്കിൽ 2008 ക്രാഷ്, കൊറോണ ഇഷ്യൂസ്, ഇതുപോലെ വലിയ ഇഷ്യൂസൊക്കെ മാർക്കറ്റ് നേരിട്ടിട്ടുണ്ട്. ഈ ഒരു സ്ഥാപനവും ആ ഒരു യാത്രയിൽ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഇടിവ് അല്ലെങ്കിൽ മാർക്കറ്റ് നിലനിൽക്കുന്ന ഈ ഒരു പരിഭ്രാന്തി എങ്ങനെ നോക്കിക്കാണണം? ഇതൊരു ഓപ്പർച്യൂണിറ്റി കൂടിയല്ലേ നിക്ഷേപകർക്ക് നൽകുന്നത്? തീർച്ചയായും. നമ്മൾ 1992 DBFS ഒരു കോർപ്പറേറ്റ് മെമ്പറായിട്ട് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ആരംഭിച്ചത്. ഞാൻ അതിനും ഒരു 2 വർഷം മുമ്പേ ഈ ഫീൽഡിലേക്ക് ഞാനും കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാർക്കറ്റിൽ കയറ്റ ഇറക്കങ്ങൾ സ്വാഭാവികമാണ്. അത് എല്ലാ ദിവസവും അല്ലെ എല്ലാ ആഴ്ചയും അല്ലെ എല്ലാ മാസങ്ങളിലും എല്ലാ വർഷങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും മേജറായിട്ടുള്ള ചില ഫോളുകൾ മാർക്കറ്റിൽ വന്നത് ഞാൻ ഈ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ഞാൻ ഒരു 89 ഒരു ഇൻവെസ്റ്ററായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. അതിന് ശേഷം നമ്മൾ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതൊരു പ്രൊഫഷനായിട്ട് എടുത്ത് അങ്ങനെ ഒരു ബ്രോക്കറായിട്ട് മാറുകയായിരുന്നു. അന്ന് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചായിട്ട് കേരളത്തിലുണ്ടായിരുന്നത്. നമ്മുടെ ഇവിടെ മലയാളികളെല്ലാം കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബിസിനസ് ചെയ്തിരുന്നത്. അപ്പം കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഷെയർ ഫീൽഡിൽ വരുമ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ എന്താ പറയുക, കാരണവും ഇന്നത്തെ പോലെ 5, 10 അല്ലെങ്കിൽ 20 ഒക്കെ വർഷങ്ങൾ ഈ ബിസിനസ് ചെയ്തിട്ടുള്ള ആരും തന്നെ നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ നാട്ടിലില്ല. ബോംബെയിലും മറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ കാണും. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് വന്നിറങ്ങുന്നവർ നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്നും ആരും തന്നെ ഈ ബിസിനസ്സിൽ വന്നതായിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാനും എന്നെപ്പോലെ ഒത്തിരി ആളുകളും വന്നത്. അപ്പോൾ നമ്മൾ ഈ ബുൾ ഫേസ് കാണുമ്പോൾ, പ്രത്യേകിച്ച് അർഷദ് മേത്തയുടെ ഒരു ബുൾ ഫേസാണ് ആദ്യം നമ്മൾ കാണുന്ന ബുൾ ഫേസ്. അത് 92-ലാണ് അതിൻ്റെ ബുള്ള് വരുന്ന സമയത്താണ്. ഞാൻ വന്നപ്പോൾ താഴെ ആയിരുന്നെങ്കിലും പിന്നീട് ആണ് മാർക്കറ്റിൽ ഈ ഒരു ബുൾ ഫേസ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്കിതൊരു ബുൾ ഫേസ് ആണെന്നും ഈ ബുൾ ഫേസിന് ശേഷം ഒരു മാർക്കറ്റിൽ അടുത്തൊരു
കറക്ഷൻ ഉണ്ടെന്നോ ഒന്നും നമുക്കറിയത്തില്ല. നമ്മുടെ വിചാരം ഇതിങ്ങനെ കയറിക്കൊണ്ടേ പോവും എന്നുള്ള വിചാരം. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പല ഷെയറുകളും ഒരു 10 ടൈംസ് ഒക്കെ ആയിട്ട് പോലും നമ്മൾ വിൽക്കാതെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അന്ന് എ സി സി ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ കയറിയിട്ടുണ്ട്. എ സി സി ഒക്കെ എ സി സി ആ ബുൾ ഫേസിൽ എ സി സി അപ്പോളോ ടയേഴ്സ് ഒക്കെ ആ ബുൾ ഫേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഷെയർ കമ്പനികളാണ്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കി കഴിയുമ്പോൾ പക്ഷേ അത് കഴിഞ്ഞപ്പം അതൊരു സ്കാം ആയിരുന്നു. അത് സ്കാം വന്നു, വലിയ ഇടിവ് മാർക്കറ്റിൽ വന്നു. നമ്മൾ അന്നത്തെ എല്ലായ്പ്പോഴും ഈ ഏതൊരു ബിസിനസ് ആണെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണല്ലോ ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നത്. എന്ന് പറയുന്ന പോലെ ഇതൊക്കെ നമുക്കൊരു പഠന കാലയളവായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം വന്ന മേജർ ഒരു ബുൾ ഫേസ് എന്ന് പറഞ്ഞാൽ 2000-ലായിരുന്നു. അത് കേതൻ പരേഖിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹം അർഷദ് മേത്തയാണെങ്കിൽ ഇവിടെ കേതൻ പരേഖ് ആയിരുന്നു അടുത്തൊരു ബുൾ ഫേസിൻ്റെ ഇത്. അതും ഇതുപോലെ ഒരു IT സ്റ്റോക്സിലായിരുന്നു മെയിനായിട്ട് ആ ഒരു ബുൾ ഫേസ് വർക്ക് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അതുപോലെ തന്നെ അത് ഒരു സ്കാം ആയിരുന്നു മനസ്സിലാക്കി അത് അടുത്ത ഒരു ഫോള് അതിനകത്തും വന്നു. ഇങ്ങനെ പലപ്പോഴും മാർക്കറ്റിൽ ബുൾ ഫേസുകളും വരുന്നുണ്ട്, അതുപോലെ ഫോളുകളും വരുന്നുണ്ട്. ഓരോ ബുൾ ഫേസ് കഴിയുമ്പോഴും എന്തെങ്കിലുമൊക്കെ റീസൺ വരും ഒരു ഫോളിന്. ഇപ്പോൾ 2024 നമുക്ക് നല്ലൊരു ബുൾ ഫേസ് റീസെൻ്റായിട്ട് നമുക്ക് ലഭിച്ചു. അത് കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു കറക്ഷൻ ആരംഭിച്ചിട്ട് നമ്മളൊക്കെ വിചാരിച്ചു, അല്ലെങ്കിൽ സാധാരണ വിചാരിക്കുന്നത് ഒരു ഹൈന്നൊരു ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് തിരിച്ച് കയറി പുതിയ ഹൈ എടുത്ത് പോകും എന്ന് വിചാരിച്ചെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അത് അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു യുദ്ധമൊക്കെ വന്നത്. അപ്പം ഇതുപോലത്തെ ഇടിവുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇടിവ് കണ്ടത് കൊറോണ ടൈമിലുള്ള 2020-ലായിരുന്നു. അതിനു മുമ്പ് പല ഇടിവുകളും വന്നിട്ടുണ്ടെങ്കിലും അത് ഇതുപോലെ പതുക്കെ നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഇടിവുകളായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മറ്റു സാഹചര്യങ്ങൾ പോലെ അല്ലായിരുന്നു. മറ്റു സാഹചര്യങ്ങൾ ചിലപ്പോൾ മാർക്കറ്റ് തിരിച്ചു കയറും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു റിസ്ക് നിന്ന സമയത്താണ് ഈ ഒരു ഫാൾ ഉണ്ടായത്. അതെ, കറക്റ്റ്. അപ്പം നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു ഇടിവ് എന്ന് പറയുന്നത് കൊറോണയുടെ ഇടിവാണ്. അതുപോലത്തെ ഇടിവ് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതിനു മുമ്പ് ഇടിവുകളിൽ പിടിച്ചു നിന്ന പലർക്കും കൊറോണയുടെ ഇടിവിൽ പിടിച്ചിരിക്കാൻ പറ്റിയില്ല. കാരണം എന്നാൽ ഓരോ ദിവസം ഡൗൺവേർഡ് ഫീലിംഗ് പോലെ പോകുമായിരുന്നു. 10% ഒരു ദിവസം ഇൻഡെക്സ് അടിച്ചുകൊണ്ടിരുന്നത്. 2-3 പ്രാവശ്യം എനിക്ക് തോന്നുന്നത് താഴത്തെ സർക്യൂട്ട് അടിച്ചിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അത് എനിക്ക് തോന്നുന്നത് ദിവസങ്ങൾ കൊണ്ട് തന്നെ 7500-ലേക്ക് നിഫ്റ്റി വന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ഇടിവിൽ ഒത്തിരി പേര് ഔട്ടായി പോകണം. പ്രത്യേകിച്ചും ഈ ട്രേഡിങ് ഉള്ള ആളുകളാണ് ഔട്ടായി പോവുക. ഇൻവെസ്റ്റ് ചെയ്ത് കിടക്കുന്നവർ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ഭാഗം നോക്കാതിരിക്കും. കാരണം ആ സമയത്ത് വന്നത് ചിലപ്പോൾ ബുൾ ഫേസ് മാത്രം കണ്ടവരായിരിക്കാം ട്രേഡേഴ്സ്. അതായിരിക്കുമല്ലോ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാവരും ബുൾ ഫേസേ കാണുള്ളൂ. ബെയർ ഫേസ് അവർക്ക് അറിയത്തില്ലല്ലോ. ഈവൻ ബെയർ ഫേസ് കണ്ട ആൾക്കാരാണെങ്കിൽ പോലും ഇതുപോലത്തെ ഒരു ബെയർ ഫേസ് കണ്ടിട്ടില്ല. അപ്പം ഈ എല്ലാ ബെയർ ഫേസും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തിരിച്ചു കയറ്റം എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ട്. അത് യുദ്ധത്തിൽ കൂടിയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം കൊറോണയുടെ കേസിലാണെങ്കിലും, അല്ല മറ്റ് ഓരോ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അതിന് ശേഷമുള്ള കയറ്റം എന്ന് പറയുന്നത് ആ ഇടിവിന് ആനുപാതികമായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു റാലി നമ്മൾക്കിപ്പോൾ ലഭിച്ചത് കൊറോണയ്ക്ക് ശേഷമാണ്. 7500 നിന്നാണ് പിന്നീടുള്ള റാലി ലഭിച്ചു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 വർഷത്തോളം നമുക്ക് ആ റാലി ലഭിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ സമയങ്ങളിലും ഏത് ബെയർ ഫേസ് കഴിഞ്ഞാലും നമുക്ക് ഒരു ബുൾ ഫേസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു തിരിച്ചു വരവ് മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇടിവും തിരിച്ചു വരവ് സംഭവിക്കുന്നുള്ള ഉറപ്പാണ്. പക്ഷേ എവിടം വരെ ഇത് പോകുന്നുള്ളതാണ് ഒരു അൺസർട്ടനിറ്റി. ഈ അൺസർട്ടനിറ്റി നിലനിൽക്കുന്നതുകൊണ്ടാണല്ലോ മാർക്കറ്റ് താഴോട്ട് പോകുന്നത്. അപ്പം ഇത് എവിടം വരെ താഴും, ഏത് ലെവൽ വരെ താഴ്ന്നിട്ടായിരിക്കും നമുക്കൊരു തിരിച്ചു. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി മുഴുവനായിട്ട് എനിക്ക് എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ 5 ലക്ഷം രൂപ കൊണ്ടോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊണ്ടോ അല്ലെങ്കിൽ വാട്ടർ എമൗണ്ട് കൊണ്ട് കാത്തിരിക്കുകയാണ്. എവിടെ നിന്ന് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഇറങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ പറ്റില്ല. ഇതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരു ബുൾ ഫേസിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഷെയറുകൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബുൾ ഫേസിൽ എന്ന് ഷെയർ വിറ്റ് കഴിഞ്ഞാലും
നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ അയ്യോ വിറ്റത് നഷ്ടമായിപ്പോയി എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം വേറൊന്നുമല്ല, നമ്മൾ വിറ്റ വിലയേക്കാളും പിന്നെയും കൂടുകയാണ്. ഏത് ട്രേഡ് എടുത്താലും പ്രോഫിറ്റ് എന്ന രീതി. അതെ. അപ്പം നമ്മൾ വിറ്റ് കഴിയുമ്പോൾ അയ്യോ അത് വേണ്ടിയിരുന്നില്ല, നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് എനിക്ക് കുറച്ചുകൂടെ ലാഭം കിട്ടിയേനെ എന്ന് ചിന്തിക്കും. തിരിച്ച് ഇവിടെ നമ്മൾ എപ്പോൾ മേടിച്ച് കഴിഞ്ഞാലും പിന്നെ അടുത്ത ഒരു താഴ്ച വരും, നമ്മൾ അയ്യോ ഒന്നുകൂടെ വെയിറ്റ് ചെയ്തത് മേടിച്ചതെങ്കിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ ഷെയർ മാർക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ലോയിൽ മേടിക്കാനോ ഏറ്റവും മുകളിൽ വിൽക്കാനോ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻ ബിറ്റ്വീനെ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം നമ്മളെപ്പോഴും ഒരു ആവറേജ് ചെയ്യുന്ന ഒരു പ്രക്രിയ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഏറ്റവും ലോയിൽ നമുക്ക് മേടിക്കാൻ പറ്റില്ല, എന്നാൽ ഏകദേശം ലോകളിൽ വാങ്ങിച്ചു പോവുക, ഏകദേശം ഹൈകളിൽ വിറ്റ് പോവുക. അതിപ്പം നമ്മൾ വാങ്ങിക്കുന്ന മുഴുവൻ ഒന്നിച്ച് ഒറ്റയടിക്ക് മേടിക്കുന്നതിന് പകരം നമ്മുടെ ഫണ്ട് പലപ്പോഴായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് എപ്പോൾ ഇത് തിരിച്ച് കയറിക്കഴിഞ്ഞാലും തിരിച്ച് കയറുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ യുദ്ധം കഴിഞ്ഞു, ഇപ്പം ഒരു ഷെയർ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, 200 രൂപയിൽ നിന്ന് താന്നു 175 170 165. നമ്മൾ വലിയ ആകാംക്ഷയോടുകൂടി 165 അല്ലെങ്കിൽ 160 മേടിക്കും. എന്നാൽ ഈ സാധനം 140 വരെ പോയിട്ട് തിരിച്ച് 155 ആകുമ്പം നമുക്ക് മേടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം എന്താ, അയ്യോ 140 പോയ സാധനമല്ലേ, ഇനി അങ്ങനെ 155 മേടിക്കണം. ഇത് 200 നിന്ന് താന്നു വന്നതാണ്, പക്ഷേ നെഗറ്റീവ്സ് എല്ലാം മാറി തിരിച്ച് കയറുമ്പോഴാണ് ഇത് 155 വന്നേക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ട് തിരിച്ച് കയറുന്ന സമയത്ത് നമുക്ക് ബൾക്കായിട്ട് മേടിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഒരു ഇൻവെസ്റ്റർക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള. ഇതിപ്പം കൊറോണയുടെ ഇഷ്യൂ കഴിഞ്ഞിട്ട് കൊറോണയുടെ ഇഷ്യൂ മാറി തിരിച്ച് കയറുന്ന ആ കയറ്റത്തിൽ മേടിക്കാൻ പറ്റിയ ആൾക്കാർക്കും വലിയ പ്രോഫിറ്റ് അതിലുണ്ടാക്കാൻ പറ്റി. പക്ഷേ 7500 അല്ലെങ്കിൽ 7600 ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് മേടിക്കാൻ പറ്റില്ല. ഇപ്പോൾ 9000 ആയില്ലേ, അല്ലെ 10000 ആയില്ലേ ഇൻഡെക്സ്, അല്ലെങ്കിൽ അതിന് പ്രൊപ്പോർഷനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷെയറുകളും കയറി കാണും. അപ്പം അയ്യോ ഈ റേറ്റിൽ എങ്ങനെ മേടിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടമായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു കാരണം കൊണ്ട് മാർക്കറ്റ് ഇടിഞ്ഞ് താഴെ പോയിട്ട് ആ കാരണം മാറി എന്ന് നമുക്ക് ഉറപ്പാകുമ്പോൾ ചിലപ്പോൾ താഴേന്ന് 10% അല്ല 5% 3% ഒക്കെ മുകളിലായിരിക്കും നമ്മൾ മേടിക്കുന്നത്. എന്നാൽ പോലും അത് ആണ് കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടതും. ആ സമയത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് ആ ഡിസിഷനുമായിട്ട് വാങ്ങിച്ചങ്ങ് മുന്നോട്ട് പോവുക ചെയ്യേണ്ടത്. സാർ ഇപ്പോൾ പറഞ്ഞു സാറിൻ്റെ തുടക്കകാലത്ത് അവയർനെസ് തീരെ കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സമയം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് ഒരു അവയർനെസ് ഒക്കെ ഉണ്ടായി ഇരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് SIP ആണ്. ഇപ്പോൾ പലരും SIP ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ SIP സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ തന്നെ ചിലപ്പോൾ ചില സൈറ്റുകളിലൊക്കെ പോയി അവരുടെ SIPയിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഇടിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ തുടർച്ചയായ ഈ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലൊക്കെ ഇടിയുന്ന സ്റ്റോക്കുകളൊക്കെ ചിലപ്പോൾ അവർ ഈ ഒരു ലിസ്റ്റ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് പാനിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതായത് ഞാൻ ഹോൾഡ് ചെയ്യുന്ന SIPയിലെ സ്റ്റോക്കുകളും വലിയ രീതിയിൽ ഇടിയുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ചിലർ അല്ലെങ്കിൽ പലരും ഒരു സംശയത്തിൽ നിൽക്കുകയാണ്. ചിലർ SIP താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു രീതി വരെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ SIP ചെയ്തുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ സ്ഥിരമായി ഒരു ലോങ് ടൈമിലോട്ട് റിട്ടേൺ ആഗ്രഹിക്കുന്ന ആളുകൾ ഏത് തരത്തിലുള്ള ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്? അതായത് ഈ SIP ഷോർട്ട് ടൈമിലോട്ട് ഇങ്ങനെ നിർത്തുന്നതൊക്കെ SIP നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയില്ല. SIP എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണത്. അങ്ങനെയാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പം ഈ SIPയുടെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിൾ പറയാം. 100 രൂപയിൽ ഒരു ഷെയർ നമ്മൾ SIP സ്റ്റാർട്ട് ചെയ്തു. അത് ഷെയർ ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ 100 രൂപയിൽ ഞാൻ 1000 രൂപയാണ് എൻ്റെ SIP എന്നുണ്ടെങ്കിൽ 100 രൂപയിൽ ഉള്ളപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 10 ഷെയറാണ് വാങ്ങിക്കാൻ പറ്റുന്നത്. 1000 രൂപയാണ് ആ ഷെയറിൽ ഞാൻ ഇടുന്നത് മാസം തോറുന്നത്. ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കയറിക്കൊണ്ട് 100 നിന്ന് 105 110 120 അപ്പോൾ നമുക്ക് സന്തോഷമാണ്, നമ്മൾ കയറുന്നുണ്ട്. അപ്പം നമുക്ക് വീണ്ടും പർച്ചേസ് നമ്മുടെ ആവറേജ് റേറ്റ് താണിരിക്കും. അതായത് 110 ആകുമ്പം 105 ആയിരിക്കും ആവറേജ് റേറ്റ്. കാരണം 100 മേടിച്ചും കാണും, 105 മേടിച്ചും കാണും, 110 മേടിച്ചാണ്. ഇനി തിരിച്ച് താഴുന്ന സമയത്ത് 95 അപ്പോൾ മേടിച്ചു, 90 അപ്പോൾ മേടിച്ചു, 85 അപ്പോൾ മേടിച്ചു. ഇതിനുള്ളൊരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഈ റേറ്റ് ആവറേജ് ചെയ്യുന്നതോടൊപ്പം എൻ്റെ 100 എൻ്റെ റേറ്റ് എനിക്ക് 98 95 ഇങ്ങനെ താഴുന്നു. നമ്പർ ഓഫ് ഷെയർസ് കൂടുതൽ നമുക്ക് മേടിക്കാനും പറ്റും. അതായത് 100 രൂപ ഉള്ളപ്പം എനിക്ക് 10 ഷെയർ കിട്ടിയിരുന്നത് 90 രൂപയാകുമ്പോൾ എനിക്ക് 11 ഷെയർ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ 11.5 ഷെയർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇത് 75 ആയി കഴിയുമ്പോഴും പിന്നെയും
ഷെയർ എനിക്ക് ചിലപ്പം 10 മേടിച്ചുകൊണ്ട് 15. അപ്പം ഇത് വലിയൊരു ആവറേജ് ചെയ്യാം. നമ്മുടെ എമൗണ്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്, നമ്പർ ഓഫ് ഷെയർ അല്ല. അതെ. മനസ്സിലായി? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവറേജ് താഴെ വരും. അത് 75 ആയാലും പക്ഷേ ഈ SIP എന്ന് പറയുന്നത് ലോങ് ടേമാണ്, ഷോർട്ട് ടേം അല്ല. അതായത് 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 20 കൊല്ലത്തേക്കോ ഒക്കെയാണ് ഒരാൾ SIP സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ SIPയിൽ കൂടി അവർ ചെയ്യുന്നത് ഒരു വെൽത്ത് ക്രിയേഷനാണ് ചെയ്യുന്നത്. ശരിക്കും ആ വെൽത്ത് ക്രിയേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലായതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ലോങ് ടേം ആണല്ലോ ലുക്ക് ചെയ്യുന്നത്. അപ്പം ഈ സത്യം പറഞ്ഞാൽ SIPയുടെ ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത് എവിടെയാണ്? മാർക്കറ്റ് താഴുമ്പോഴാണ്, മാർക്കറ്റ് കയറുമ്പോഴല്ല. കാരണം മാർക്കറ്റ് താഴുമ്പം ഓരോ താഴ്ച, ഇപ്പം ഞാൻ 100 രൂപയ്ക്ക് മേടിച്ചിട്ട് ഈ ഷെയർ 50 വരെ താന്നു, അത് കഴിഞ്ഞ് തിരിച്ച് 125 എനിക്ക് 25% ലാഭം കിട്ടുന്നുള്ളൂ. അതേസമയം 100 രൂപയിൽ ഞാൻ മേടിച്ച സാധനം SIPയിലാണ് ഞാൻ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ ആവറേജ് റേറ്റ് ചിലപ്പോൾ 70 രൂപയാവും. ഏത് 50 വരെ താഴും. കാരണം നമ്പർ ഓഫ് ഷെയർസ് ഞാൻ മേടിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. 50 രൂപയാകുമ്പം എനിക്ക് 20 ഷെയർ കിട്ടും, മറ്റേത് എനിക്ക് 100 രൂപയിൽ 10 ഷെയർ കിട്ടിയിരുന്നു. അപ്പോൾ ഇങ്ങനെ എൻ്റെ ആവറേജ് താഴെ പോകും. തിരിച്ചിത് 125 ആകുമ്പം എനിക്ക് കിട്ടുന്ന മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ് SIPയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എപ്പോഴും നമ്മുടെ ആവറേജ് റേറ്റ് താഴെ കിടക്കും. പിന്നെ ഓരോ മറ്റേ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ആ ഫണ്ട് വേണേൽ ആ ഫണ്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ സ്ക്രിപ്റ്റ് വൈസ് ആയിട്ട് SIP എടുക്കുന്നവർക്ക് ഈ പീരിയോഡിക്കായിട്ട് സ്ക്രിപ്പുകൾ വേണേൽ മാറ്റിക്കൊണ്ടുവരിക്കാം, ഇൻഡസ്ട്രികളും മാറ്റിക്കൊണ്ടിരിക്കാം. കാരണം ഓരോ ഇൻഡസ്ട്രിയിലും ഒരു സാച്ചുറേറ്റഡ് ലെവൽ അല്ലെങ്കിൽ സ്ക്രിപ്പിലൊക്കെ വരുമ്പോൾ ആ സ്ക്രിപ്പ് നിർത്തിയിട്ട് വേറൊരു സ്ക്രിപ്പിലേക്ക് ചേഞ്ച് ചെയ്യുക. SIP പണ്ടത്തെ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഓവർ ദ പീരീഡ് ഓഫ് ടൈം അവരെ സംബന്ധിച്ച് വലിയൊരു വെൽത്ത് ക്രിയേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ SIPക്ക് സെലക്ട് ചെയ്യുന്ന കമ്പനികൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കാൻ, ലോങ് ടേം പ്രോസ്പെക്റ്റ് ഉള്ള കമ്പനികളായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ SIP മാർക്കറ്റ് താഴുമ്പോൾ പാനിക്കായിട്ട് നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു വിഡ്ഢിത്തരമായിരിക്കും ആ ഒരു ഇൻവെസ്റ്റർ ചെയ്യുന്നത്. സാർ, അടുത്ത ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ മാർക്കറ്റിൽ കേട്ട് വരുന്നൊരു വാക്കാണ്, ഈ കഴിഞ്ഞിടയ്ക്ക് കേട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇടിവിൻ്റെ സാഹചര്യത്തിലൊക്കെ കേട്ട് വരുന്നൊരു വാക്കെന്ന് പറയുന്നത് ഡിസ്കൗണ്ട് സെയിൽ. അതായത് മാർക്കറ്റിൽ ഒരു ഡിസ്കൗണ്ട് സെയിൽ ഇപ്പോൾ നടക്കുന്നത്, അതായത് പല സ്റ്റോക്കുകളും കുറഞ്ഞ വിലയിൽ മേടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന രീതിയിലുള്ള ഒരു കമൻസുകളൊക്കെ വരുന്നുണ്ട്. എനിക്കൊരു ചോദ്യമായിട്ട് ചോദിക്കാനുള്ളത്, പല സ്റ്റോക്കുകളും ആൾക്കാർ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് മുകളിൽ നിന്ന് എത്ര താഴേക്ക് വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ വളരെയധികം കുറഞ്ഞൊരു പ്രൈസിലാണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങാമെന്നൊരു ചിന്താഗതിയുണ്ട്, അല്ലെങ്കിൽ 52 വീക്കിൽ ഓയിൽ നിന്ന് എത്ര താഴെയാണെന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് വാങ്ങാനിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല സ്റ്റോക്കുകളും ഈ ഒരു ഇടിവിലും വലിയ രീതിയിൽ താഴെ പോകാതെ നിൽക്കുന്ന സ്റ്റോക്കുകളുണ്ട്. അതായത് അത് ചിലപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു സാഹചര്യത്തിലും ഈ മാർക്കറ്റിൽ അത് പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഒരാൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലോട്ട് വരുമ്പോൾ ഈ ഒരു മോശം സാഹചര്യത്തിൽ താഴെ പോയ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യണോ, അതോ ഈ ഒരു മോശം സാഹചര്യത്തിൽ മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ താഴെ വീഴാതെ നിൽക്കുന്ന സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യണം? അതായത് അത് കൂടുതൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആകാനുള്ള ഒരു സാധ്യതയില്ലേ? ഇനി താഴെ പോയ സ്റ്റോക്ക് മേടിക്കണമെങ്കിൽ തന്നെ അവിടെയും ഒരു ഫണ്ടമെൻ്റൽ സ്റ്റഡി കൃത്യമായിട്ട് നടത്തേണ്ടതല്ല. അല്ലെങ്കിൽ എല്ലാ സ്റ്റോക്കും താഴെ പോയി കുറഞ്ഞ വിലയിൽ വിൽക്കുന്നു, പണ്ടിതിലും വലിയ വിലയുണ്ടായിരുന്നു, ഇനിയും കയറുമെന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും ഒരു മണ്ടത്തരമല്ലേ? ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചത്. കാരണം പറഞ്ഞാൽ ഇതിന് കൃത്യമായിട്ട് നമുക്ക് ഇതായിരിക്കും നല്ലതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു കോമൺ ആയിട്ട് ജനറലായിട്ട് ഞാൻ പറയാം. ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, അതെനിക്കും ഞാനും അത് കേട്ടു. ഈ പ്രത്യേകിച്ച് യൂട്യൂബിലും ഒക്കെ ഡിസ്കൗണ്ട് സെയിൽ എന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഡിസ്കൗണ്ട് സെയിൽ നടത്തുന്ന അത് ആ ഒരു ശൈലി എനിക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ സാധാരണ എല്ലാവരും മാർക്കറ്റ് താഴെ പോകുമ്പോൾ ഷെയറിൻ്റെ വില കുറഞ്ഞ് അയ്യോ താഴെ പോയെന്ന് ചിന്തിക്കുന്ന പകരം ഇത് പണ്ട് 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനം നമുക്ക് 75 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്നു, അതുകൊണ്ട് ഭയങ്കര അട്രാക്റ്റീവായി എന്നുള്ള ആ ഒരു ചിന്താഗതി വളർത്തിയെടുക്കാനായിട്ട് ആ ഒരു ഫ്രേസ് സാധിക്കും. അതുകൊണ്ട് എനിക്ക് അതിനോടൊരു സന്തോഷം തോന്നി. എനിവേ, നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു മാർക്കറ്റ് താന്നിട്ട് തിരിച്ച് കയറുമ്പോൾ, ഓവറോൾ മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് കയറുമ്പോൾ പെട്ടെന്ന് ചാടി കയറുന്നത് ഏറ്റവും കൂടുതൽ ബീറ്റൻ ഡൗൺ ആയിട്ടുള്ള സ്ട്രിപ്പുകളായിരിക്കും സാധാരണ നിലവിൽ. അതായത് ബൗൺസ് ബാക്ക് പെട്ടെന്ന് വരും, പെട്ടെന്ന് അവൻ ചാടി കയറി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ കൊണ്ടാവണമെന്നില്ല, ടെക്നിക്കലാണ്. അതായത് ഒരു ഷെയർ 100 രൂപയെന്ന് താന്ന് 90ആയി, 80ആയി, 70ആയി, 50ആയി. അപ്പോൾ ഈ 50 ആകുമ്പം പിന്നെയും ആളുകൾ ഇത് 40 ആവാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. കാരണം അത് അങ്ങനെയാണല്ലോ. അപ്പം ഓട്ടോമാറ്റിക്കലി കൗണ്ടറിൽ ഒരുപാട് ഷോർട്ട് പൊസിഷൻസ് വരും.
അതേസമയം 100 രൂപയിൽ നിന്ന് താഴെ 95 90 ആയിട്ട് പിന്നെ അത് 92 93 ആയിട്ട് നിൽക്കുന്ന സ്ക്രിപ്പുകളിൽ ഷോർട്ട് അധികം ക്രിയേറ്റ് ആവത്തില്ല. കാരണം അത് താഴുന്നില്ലല്ലോ. അപ്പോൾ ആൾക്കാർ അതിൽ ഷോർട്ട് ഇനി ആരെങ്കിലും ഷോർട്ട് അടിച്ചാൽ തന്നെ 100 ഷോർട്ട് അടിച്ച് 95 ആയിട്ടും താഴുന്നില്ല. 95 കവർ ചെയ്ത് പിന്നെ അധികം താഴ്ന്ന കൗണ്ടർ നോക്കിയിട്ട് അവൻ അങ്ങോട്ട് മാറും. അപ്പോൾ അതിൽ സാധാരണ ഷോർട്ട്. അപ്പം ഈ അധികം താഴത്തെ സ്ക്രിപ്പുകൾ ഇമ്മീഡിയറ്റ് ബൗൺസ് ബാക്ക് കാര്യമായിട്ട് ഉണ്ടാവത്തില്ല. എന്നാൽ ഭയങ്കര ബീറ്റൻ ഡൗൺ ആയിട്ടുള്ള സ്ക്രിപ്പുകളിൽ ഇമ്മീഡിയറ്റ് ഷോർട്ട് കവറിങ്ങും ബൗൺസ് ബാക്കും ഉണ്ടാവും. കാരണം ഈ ഷോർട്ടുകാർ മുഴുവൻ കവർ ചെയ്യും. മാർക്കറ്റ് കയറുമ്പോഴേ അവർ ഓരോ ലെവലിലും പാനിക് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഷോർട്ടുകാർ തന്നെ ആ കൗണ്ടറിനെ അങ്ങ് പൊക്കിയെടുക്കും. ഇത് നോർമലി വരുന്ന സിറ്റുവേഷനാണ്. പക്ഷേ അത് ഫണ്ടമെൻ്റൽ കൊണ്ടാവണമെന്നില്ല ആ ബൗൺസ് ബാക്ക് നടക്കുന്നത്. ഫണ്ടമെൻ്റലി കിടക്കുന്നത് മോളിൽ കിടക്കുന്ന സ്ക്രിപ്പുകളായിരിക്കും. അപ്പം ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് ടേമിലേക്ക് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ബീറ്റൻ ഡൗൺ ആയിട്ടുള്ള ഷെയറുകൾ വാങ്ങിച്ചിടുകയാണ് ഈ മാർക്കറ്റിൽ നിന്ന്. അവന് ഇമ്മീഡിയറ്റ് ഒരു അപ്വാർഡ് കിട്ടും ആ സ്ക്രിപ്പുകളിൽ. പക്ഷേ ആ അപ്വാർഡിൽ അവരത് വിറ്റ് മാറും വേണം. എന്ന് വെച്ചാൽ അത് ഹോൾഡ് ചെയ്ത് ഒത്തിരി ആൾ കൊണ്ടു നടക്കരുത്. ഒരു ഹോൾഡ് ചെയ്ത് കൊടുത്താണ് കൊണ്ടുവന്നാൽ ആ കിട്ടിയ ബൗൺസ് ബാക്ക് പിന്നെ നിലയിൽ അതുപോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് കയറണം. പിന്നെ അവൻ അവിടെ നിൽക്കും. പറഞ്ഞ് മനസ്സിലായില്ല. അപ്പം ചിലപ്പോൾ ഒരു 20% 25% ഒക്കെ ഒറ്റയടിക്ക് കിട്ടുകയാണെങ്കിൽ എപ്പോഴും അതിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകുന്നതാണ്. വെരി ഷോർട്ട് ടൈം ആയിട്ട് നോക്കണം. എന്നാൽ മറ്റേ താഴോട്ട് അധികം വരാതെ 50% താഴ്ന്ന സ്ക്രിപ്പ് ഉള്ളപ്പം 10% 15% താഴ്ന്ന സ്ക്രിപ്പുകൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കും. അല്ലെങ്കിൽ അവരിൽ ഒരുപാട് എന്താ പറയുക ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന സ്ക്രിപ്പായിരിക്കും. അവൻ ഗ്രാജുവലി കയറിപ്പോവും. അപ്പോൾ മനസ്സിലായി. ഇതുപോലത്തെ ഒരു ബൗൺസ് ബാക്ക് കിട്ടണമെന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി നല്ല കമ്പനി. ഇനി അതും വിട്ടിട്ട് വേറൊരു പോയിൻ്റ് പറയാനുള്ളത്, ഓരോ ബുൾ റാലി കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ബെയറിഷ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കറക്ഷൻ കഴിഞ്ഞിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസൊക്കെ വന്ന് വീണ്ടും ഒരു ബെയറിഷ് മാർക്കറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് മാർക്കറ്റ് കയറുമ്പോൾ പണ്ടത്തെ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ കമ്പനികളോ ആവണമെന്നില്ല രണ്ടാമത്തെ റാലിയിൽ പങ്കെടുക്കുന്നത്. ഞാൻ പറഞ്ഞ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് കയറിയ സ്ക്രിപ്പാണ്. ഇപ്പോൾ 2024 ഭയങ്കരമായിട്ട് കയറിയ സ്ക്രിപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വാങ്ങിച്ച് അടുത്ത റാലിയിലും അതേ കമ്പനിയിൽ റാലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ കിട്ടണമെന്നില്ല. കാരണം വേറൊന്നുമല്ല, 2-3-4 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ബിസിനസ്സിൻ്റെ പല ഇക്വേഷൻസ് മാറിയിട്ടുണ്ടാവും. അപ്പം അന്ന് നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന പല കമ്പനികളും അടുത്ത റാലിയുടെ സമയത്ത് അതുപോലെ നന്നാവണമെന്നില്ല, അല്ലെങ്കിൽ അതുപോലത്തെ റാലികൾ ആ കമ്പനികൾ വരണമെന്നില്ല. അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടൊരു ഈ ഇതിൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഇൻ ജനറൽ ഫണ്ടമെൻ്റലി നല്ല കമ്പനികൾ നോക്കി പിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോങ് റണ്ണിൽ ഡെഫിനറ്റായിട്ട് എല്ലാ കാലഘട്ടത്തിലും നന്നായി നിൽക്കുന്ന പല ഇൻഡസ്ട്രികൾ, ഇപ്പോൾ FMCG ഒക്കെ പറഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ പെർഫോം ചെയ്യുക. അങ്ങനത്തെ ഒക്കെ ഇൻഡസ്ട്രികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പം വരാതെ മുന്നോട്ട് പോകാനുള്ള സാധ്യത. സാറിന് നമ്മുടെ കൂടെ ഒരു കോളർ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതാണ്. മാർക്കറ്റ് ഇൻസൈറ്റ് വിത്ത് DBFSലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ രതീഷാണ്, തൃശ്ശൂർ. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് പോൾ തോമസ് സാറാണ്. സാറിനോട് സംസാരിക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ സാർ, ഗുഡ് ഈവനിങ് സാറേ. എൻ്റെ പേര് രതീഷ് എന്ന് പറയും. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ. ഓക്കെ, രതീഷാണ് അല്ലേ? പറയൂ. സാർ, എനിക്ക് ഈ ലോട്ടറി എടുക്കുന്ന ഒരു ദുശ്ശീലമുണ്ട്. എനിക്ക് കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ട്. ഞാൻ മാസത്തിലൊരു ഏകദേശം 5000 രൂപയ്ക്കോളം ഞാൻ ലോട്ടറി എടുക്കും. ഇപ്പോഴാണെങ്കിൽ പ്രൈസ് ഒന്നുമില്ല. അപ്പൊ വീട്ടിലൊക്കെ ആകെ പ്രശ്നമാണ്. വൈഫൊക്കെ എപ്പോഴും ഈ ഒരു പരിപാടി നിർത്തണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഒന്നും അല്ലപ്പ. ഓ ശരി. എന്നിട്ട് ഇത്ര നാളായിട്ട് ലോട്ടറി ഒന്നും അടിച്ചില്ലേ? വല്ലപ്പോഴും ഒരെണ്ണം അടിക്കുന്നുള്ളതല്ലാതെ കാര്യമില്ല. കാശ് ഭയങ്കര നഷ്ടമാണ് എനിക്ക്. ഓ ശരി ശരി ശരി. അപ്പൊ നമ്മൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യണത്. പക്ഷെ അത് കിട്ടലൊന്നുമില്ല. അപ്പൊ വൈഫ് പറയും എവിടെയെങ്കിലും ഒന്ന് നിങ്ങൾ ഈ പൈസ എവിടെയെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഇത് 50,000 രൂപയോളം മാസം ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ കുറച്ചും കൂട്ടി എവിടെയെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ട് സാറേ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു മാസത്തിൽ 5000 രൂപയാണോ താങ്കളുടെ വരുമാനത്തിൽ നിന്ന് സേവ് ചെയ്യാൻ സാധിക്കുന്നത്? അല്ല, അതിൽ കുറച്ചും കൂടി നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി കൂട്ടാണെങ്കിലും സാധിക്കും. വെരി ഗുഡ്. സാധിക്കും. ഓക്കെ, പറയൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണോ ചോദ്യം? അതെ.
ഓക്കെ. അതായത് താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് എനിക്ക് പ്രപ്പോസ് ചെയ്യാനുള്ളത് ഒരു SIP ആണ്. ഇപ്പം നമ്മൾ SIPയെ കുറിച്ചൊക്കെ ഇപ്പം സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. SIP എന്ന് പറയുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ് അതിനെപ്പറ്റി ഫുൾ ഫോമിൽ പറയുക. അതായത് നമ്മൾ ഇപ്പോൾ 5000 രൂപ, ഇപ്പോൾ എക്സാമ്പിൾ 5000 രൂപയെ തന്നെ എടുക്കാം. 5000 രൂപയാണെങ്കിൽ എല്ലാ മാസവും 5000 രൂപ വീതം ഒരു കൃത്യമായി ഡേറ്റിൽ നമ്മളിപ്പം EMI, ഇപ്പോൾ നമ്മളൊരു ബൈക്കോ അല്ലെങ്കിൽ ഒരു വാഹനമൊക്കെ മേടിച്ചാൽ EMI അടച്ചു പോകുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ EMI നമ്മുടെ ലോണിലേക്കാണ് അടച്ചു പോകുന്നത്. ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം മ്യൂച്വൽ ഫണ്ടിലാണ് താങ്കൾ ഈ പറയുന്ന SIP ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 2 or 3 നല്ല ഫണ്ടുകൾ സെലക്ട് ചെയ്ത് ലോങ് ടേമിന് താങ്കൾക്ക് തരും. എന്നിട്ട് താങ്കൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും കൃത്യം ഡേറ്റിന്, ഇപ്പോൾ താങ്കൾക്ക് 10-ാം തീയതിയാണ് സൗകര്യം വെച്ചാൽ 10-ാം തീയതി ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ മാസവും 10-ാം തീയതി 5000 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് ഡയറക്റ്റ് ആയിട്ട് നേരെ വന്നിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കും. നമ്മളിപ്പോൾ 2 ഫണ്ടാണ് വെച്ചേക്കാം, 2500 വീതം നമ്മൾ സെലക്ട് ചെയ്തിട്ടേക്കെന്ന് പറഞ്ഞാൽ 2500 രൂപ ഒരു ഫണ്ടിലേക്കും പോകും, 2500 രൂപ മറ്റേ ഫണ്ടിലേക്കും പോകും. ഇത് എല്ലാ ദിവസവും അതിന് ഇക്വലൻ്റ് ആയിട്ട് യൂണിറ്റ് ആയിരിക്കും മേടിക്കുന്നത്. അപ്പം സപ്പോസ് ഒരു യൂണിറ്റിന് 20 രൂപയാണ് വില എന്നുണ്ടെങ്കിൽ നമുക്ക് 2500 ഡിവൈഡ് ബൈ 20 അത്ര യൂണിറ്റ് ആയിരിക്കും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കയറുന്നത്. ഇതെല്ലാം മാസവും കയറി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈലിലെ ആപ്പ് ഉണ്ടായിരിക്കും. മൊബൈൽ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ എനിക്ക് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്, ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും അതിൻ്റെ റിട്ടേണും എല്ലാം കൂടെ ഓൺ ആൻ ആവറേജ് മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമുക്കൊരു 13-14% ഒക്കെ ഈസി ആയിട്ട് CAGR കിട്ടാറുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫണ്ടും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ, ചില വർഷങ്ങളൊക്കെ കൂടുതൽ കിട്ടും, ചില വർഷം കുറവ് കിട്ടും. അപ്പോൾ നമ്മൾ ആവറേജാണ് ഞാൻ പറയുന്നത്. ആവറേജ് ഒരു 12-നും 14-നും ഇടയിൽ കിട്ടിയാൽ പോലും നമ്മുടെ ഫണ്ട് ൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പം 48 ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു 60s ഒക്കെ ആകുമ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റിൻ്റെ ഒക്കെ ഒരു സമയമാകുമ്പോഴത്തേക്കും 12 വർഷം നമുക്ക് ഉണ്ടല്ലോ. അപ്പോൾ ആ 12 വർഷം കൊണ്ട് നമുക്ക് നല്ലൊരു AUM നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 5 എന്ന് പറയുന്നത് ചിലപ്പം 2 വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 10000 സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 10000 വെച്ച് നമുക്ക് ഈ പറഞ്ഞ SIP കണ്ടിന്യൂ ചെയ്യാം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരുമാനം കൂടുമ്പോൾ 15000 ആയി. അപ്പോൾ 15000 ആക്കാം നമ്മുടെ SIP. ഇങ്ങനെ നമുക്ക് സേവിങ്സ് മുഴുവനും കൂട്ടി അതൊരു 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഭയങ്കര കോൺഫിഡൻസ് വരും ഇതിനകത്ത്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ 5 പൈസ നഷ്ടമാവുന്നില്ല. വേറെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നേരത്തെ നമ്മളിവിടുത്തെ സംസാരിച്ച മാതിരി ചില സമയത്ത് ബെയറിഷ് ഫേസ് കാണും, ചില സമയങ്ങളിൽ യുദ്ധങ്ങളോ മറ്റ് യുദ്ധഭീഷണികളോ എക്കണോമിക്കായിട്ടൊക്കെ താഴെ പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ ചെറിയ കറക്ഷൻസ് മാർക്കറ്റ് വരുമെങ്കിലും നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഗ്രാഫ് അപ്വാർഡ് തന്നെയാണ്. ഓരോ ലെവലും കവർ ചെയ്തു. അപ്പം ഈ ഓരോ ബെയറിഷ് ഫേസ് കഴിയുമ്പോഴും പുതിയ ഹൈ എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഫണ്ട് മാനേജേഴ്സ് നല്ല രീതിയിൽ ആ ഫണ്ട് മാനേജ് ചെയ്ത് പോകും. നമ്മൾ തന്നെയല്ലല്ലോ മാനേജ് ചെയ്യുന്നത്, നമ്മളൊരു എക്സ്പേർട്സിനെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവരായിരിക്കും നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. അപ്പം നോർമലി നല്ല രീതിയിൽ നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്ത് പോകും. നിങ്ങൾക്ക് നല്ലൊരു വെൽത്ത് ക്രിയേഷൻ ആവും അടുത്ത ഒരു 10-15 കൊല്ലം കൊണ്ട്. ആ ഒരു ലോങ് ടേം വിഷനിൽ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞു പോയതൊക്കെ പൊക്കോട്ടെ, അതൊക്കെ മറന്ന് കളയുക. മുന്നോട്ട് നമുക്ക് ഒരു നല്ലൊരു വെൽത്ത് ക്രിയേഷനിലേക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ. താങ്ക് യു. സാർ, എന്തായാലും നമ്മുടെ അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കാം. Yes. എനിക്കൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി FIയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. നമുക്കറിയാം FIസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലൊരു സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള എമർജിങ് മാർക്കറ്റിൽ നിന്ന് നടക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു US ബോണ്ടിൻ്റെ കാര്യമല്ല, എസ്പെഷ്യലി US ബോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ബോണ്ടിൻ്റെ കാര്യം നോക്കുമ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് കുറഞ്ഞു വരുന്നു, എന്നാൽ ബോണ്ട് ഈൽഡ് കൂടിക്കൊണ്ട് വരുന്നു. മാത്രമല്ല USൽ ഇൻഫ്ലേഷൻ സാധ്യതകളുണ്ട്. അത് മാത്രമല്ല റേറ്റ് കട്ട് ഇനി ഉണ്ടാകില്ല, അല്ലെങ്കിൽ റേറ്റ് കട്ട് ഈ ഒരു ഇൻഫ്ലേഷൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ കൂട്ടാനുള്ള ഒരു സാഹചര്യം വന്നേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ രോഗം മൊത്തം ഈ ഒരു ഇഷ്യൂസൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ FIസിൻ്റെ സെല്ലിംഗ് ഈ ബോണ്ട് ഈൽഡ് ബോണ്ട് ഈൽഡ് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ബോണ്ടിലോട്ട് മാറാനുള്ള ഒരു സാഹചര്യമില്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ഒരു സെല്ലിംഗ് നടക്കുന്നത് ബോണ്ടിലോട്ടായിരിക്കത്തില്ല. ഈ ഒരു സെല്ലിംഗ് FIയുടെ ഭാഗത്ത് നിന്ന് സെല്ല് ചെയ്തുകൊണ്ട് അവിടെ വാങ്ങുന്നൊരു രീതി ആയിരിക്കത്തില്ലേ ഉണ്ടാകുന്നത്? കാരണം കൂടുതൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസ്ക് കുറച്ച് കൂടുതൽ പ്രോഫിറ്റ് ബോണ്ടിൽ ഉണ്ടാക്കാൻ സാഹചര്യമുള്ളപ്പോൾ അത്തരത്തിലുള്ളൊരു സെല്ലിംഗ് വീണ്ടും തുടരാനുള്ളൊരു സാഹചര്യം മാർക്കറ്റിലുണ്ടോ?
അതായത് ഇത് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ കറക്റ്റാണ്. അതായത് എപ്പോഴും മാർക്കറ്റ്, ഇക്വിറ്റി മാർക്കറ്റിൽ ഇതുപോലെ ഈ വരുമാനം കുറയുന്ന സമയത്ത് നോർമലി ഇൻവെസ്റ്റേഴ്സ് എവിടേക്ക് മാറും? ഫിക്സ്ഡ് ഇൻകത്തിലേക്ക് മാറും. ബോണ്ടിൽ ഇപ്പം നേരത്തെ നമ്മളിപ്പം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം 10% മുകളിലായിരിക്കും നോക്കുന്നത്. അപ്പം വേറാസ് ബോണ്ടിൻ്റെ അപ്പം ഈൽഡ് കുറവാണ്. എന്നാൽ ഇക്വിറ്റി മാർക്കറ്റിൽ ഒരു ബെയറിഷ് ട്രെൻഡോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇത് വരുന്നില്ല, 2%, 4% ഒക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിനേക്കാളും ഹയർ ഇതുള്ള ബോണ്ടിലേക്ക്, അപ്പോൾ ബോണ്ടിൻ്റെ ഡിമാൻഡ് കൂടും. ബോണ്ടിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൂടുതൽ ഫണ്ട് ബോണ്ടിലേക്ക് പോകും. ബോണ്ടിൽ ഈൽഡ് എപ്പോഴും ഈ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും വിജിലൻ്റ് ആയിരിക്കുമല്ലോ, എവിടെയാണ് കൂടുതൽ ഈൽഡ് കിട്ടാൻ മാറും. അപ്പം ഇവിടുന്ന് ഷെയർ വിറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ വിറ്റ് ബോണ്ടിലേക്ക് മാറുന്ന ഒരു ഇത്. തിരിച്ച് ഇക്വിറ്റി മാർക്കറ്റ് നന്നായി വരുമ്പോൾ ബോണ്ടിൽ അല്ലെങ്കിൽ ഇതുപോലെ ഫിക്സ്ഡ് ഇൻകം പ്രോഡക്റ്റിൽ സെല്ല് ചെയ്തിട്ട് തിരിച്ച് ഇക്വിറ്റിയിലേക്ക് തന്നെ ഇവർ തന്നെ തിരിച്ചു വരും. അപ്പം FIIs ആണെങ്കിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും അവരെല്ലാവരും ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു ക്രൈറ്റീരിയയിലാണല്ലോ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ FIIs ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ കാലഘട്ടമായിട്ട് വിൽക്കുന്നുണ്ടെന്നുള്ളത് കറക്റ്റാണ്. അപ്പം ഇവർ വിൽക്കുന്നത് അവരുടെ പ്രോഫിറ്റ് ആയിരിക്കും അവർ ബുക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇതിനേക്കാൾ താഴെ മേടിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വിൽപ്പന എല്ലാ കാലത്തും അങ്ങനെ FIIs വിൽക്കാറില്ല. എത്രയോ സന്ദർഭങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് FIIs ഇതുപോലെ മേടിച്ച് പോകുന്ന സമയങ്ങളിലുണ്ട്. അപ്പം അത് എപ്പോഴാണ് ഇവർ തിരിയുന്നതെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല, മനസ്സിലായില്ല. അപ്പം നമ്മൾ മാർക്കറ്റ് ഇനിയും താഴത്തുള്ളതെന്ന് ചിന്തിക്കുന്ന സമയത്തായിരിക്കും FIIs ചിലപ്പോൾ തിരിഞ്ഞ് ബയേഴ്സ് ആയിട്ട് വരുന്നത്, മനസ്സിലായി. അപ്പം ഇത് ഏത് സമയത്തും FIIs തിരിഞ്ഞു വരാം. ചിലപ്പോൾ FIIs ഇപ്പോഴൊന്നും തിരിയണമെന്നില്ല. ഇപ്പം ഈ ലോയിൽ നിന്നൊക്കെ കയറി ചിലപ്പോൾ ഒരു 4, 5, 10% കയറി കഴിയുമ്പോഴേക്കും FIIs തിരിഞ്ഞ് ബയേഴ്സ് ആയിട്ട് വരണം. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് FIIs മാത്രം നോക്കിയിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഡിസിഷൻ എടുക്കാൻ ഒക്കത്തില്ല. FIIs ചെയ്യുന്ന അവരുടെ ബിസിനസ്സാണ്. അത് മാത്രമല്ല FIIs സംബന്ധിച്ച് അവർക്ക് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ലല്ലോ, ഇപ്പോൾ ലോകത്തിൽ ഒരുപാട് മാർക്കറ്റുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇന്ത്യയെക്കാളും ഇന്ത്യൻ മാർക്കറ്റ് കോസ്റ്റ്ലി ആണ് അല്ലെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആണെന്ന് തോന്നുമ്പം അവർ അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് ഇവിടെ വിറ്റ് അണ്ടർ പ്രൈസ്ഡുള്ള മാർക്കറ്റിന് അവർ മേടിക്കുന്നുണ്ടാവും. ഇനി അവിടെ കയറി കഴിയുമ്പോഴത്തേക്കും അവിടെ വിറ്റിട്ട് അവർ പിന്നെ ഇന്ത്യയിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ മാറി മാറി വരും. സാർ, എന്തായാലും ഇന്ന് നമ്മൾ ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിന് അവരോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് സാധാരണ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് കൂടുതൽ സംസാരിച്ചത്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് SIP സാധാരണക്കാർക്ക് ഒത്തിരി താല്പര്യമുള്ള ഒരു കാര്യമാണ്. മറ്റൊന്നൊരു സാധാരണക്കാരൻ വിളിച്ചിട്ട് ലോട്ടറി എടുക്കുന്നുണ്ട് വളരെയധികം, അത് മാറി ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് വരണം. അതായത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ സാറിൻ്റെ ഒരു തോട്ട്സ് ഇന്ന് അല്ലെങ്കിൽ സാറിൻ്റെ ഷെയർ ചെയ്ത തോട്ട്സ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വളരെ ഒരു വാല്യുബിൾ തന്നെയായിരുന്നു. അത് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഏതായാലും വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള ക്വറീസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഉത്തരങ്ങൾ DBFSൻ്റെ അടുത്ത ഷോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സാർ, വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന്. താങ്ക് യു. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.